ഹായ് മക്കൾസ്. അപ്പോൾ നമ്മളുടെ 9th ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയില്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഏത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കി വെച്ചോ, നിങ്ങൾ ഉറപ്പിച്ചോ, ഈ ഒരു ക്വസ്റ്റ്യൻ മിഡ് പോയിന്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഷുവറാണ്. അപ്പോൾ നോക്ക്, എങ്ങനെയായിരുന്നു നമ്മൾ മിഡ് പോയിന്റ് കാണുക? ഏതൊരു നമ്പറിൻ്റെയും, ഏത് രണ്ട് നമ്പേഴ്സിൻ്റെയും മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 2ഉം 4ഉം ആണെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് 2a + 4a/2 ആണ് അല്ലേ? അവരെ രണ്ടാളെയും കൂട്ടിയിട്ട് /2 അല്ലേ, 2 കൊണ്ട് ഹരിക്കുന്നതാണ്, ഡിവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതിൽ ചെയ്യാൻ പോകുന്നത്. നോക്ക്, മിഡ് പോയിന്റ് ഓഫ് -2 and 4 എങ്ങനെയാടാ ചെയ്യുക? -2ൻ്റെയും 4ൻ്റെയും മധ്യബിന്ദു എങ്ങനെയാ കാണുക? -2 + 4/2 ആയിരിക്കും. ഇനി നോക്ക്, ഇവിടെ നോക്ക്, പ്ലസും മൈനസും ഉണ്ട്. എങ്ങനെയാടാ ചെയ്യുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം അല്ലെ? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. അതായത് എന്താണ്? 4ൽ നിന്ന് 2 കുറയ്ക്കുന്നു. വലുതിന്റെ ചിഹ്നം എന്താണ്? 4ന്റെ ചിഹ്നം പ്ലസ് ആണ്, അപ്പൊ പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. /2. 4 - 2 എന്ന് പറയുമ്പം 2 ആണ്. 2/2 1 നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. മിഡ് പോയിന്റ് ഓഫ് 5 and -6 -2ൻ്റെയും -2 അല്ല 5ൻ്റെയും -6ൻ്റെയും മധ്യബിന്ദു ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കുംടാ? 5 + -6/2 ആയിരിക്കും അല്ലേ? ഇവിടെ നോക്ക്, പ്ലസും മൈനസും അടുത്ത് വന്ന ആ പ്ലസിനെ അങ്ങ് ഒഴിവാക്കിയേക്കണം കേട്ടോ. അതായത് 5 - 6/2 ആയിരിക്കും. എന്താണ് ആൻസർ വരിക? ചെറുതിന്ന് വലുത് കുറയ്ക്കാനാ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? സാധാ പോലെ കുറച്ചിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 6 - 5 എന്ന് പറയുന്നത് 1 ആണ്. ഒരു മൈനസ് ഇട്ട് കൊടുക്കാം, -1/2 ആയിരിക്കും, അല്ലെങ്കിൽ -0.5 ആയിരിക്കും ആൻസർ. ഓക്കെ, then അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാടാ. വാട്ട് നമ്പർ x satisfy the equation mod x - 1 is equal to mod x - 4? mod x - 1 equal to mod x - 4 എന്ന സമവാക്യം ശരിയാകുന്ന x ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് നമ്പർ ലൈൻ വരച്ച് ചെയ്യണോ അല്ലാണ്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മിഡ് പോയിന്റിൽ നിന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസും എക്സിൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസും എന്താണെന്നാ പറയുന്നത്? ഈക്വൽ ആണ് എന്നാണ് ഇവന്മാർ പറയുന്നത്. അതായത് എക്സ് ആരായിരിക്കും? എക്സിൽ നിന്ന് 1ലേക്ക് പോയാലും 4ലേക്ക് പോയാലും എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ എക്സ് ആരാടാ? നമ്മളുടെ മിഡ് പോയിന്റ് ആണ് അല്ലേ? മിഡ് പോയിന്റ് ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡ് പോയിന്റ് ഓഫ് അല്ലെങ്കിൽ മധ്യബിന്ദു ഓഫ് ആരായിരിക്കും? 1,4 ആയിരിക്കും. അതായത് എന്താണ്? 1 + 4/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 ആണ് ആൻസർ. സിമ്പിൾ അല്ലേടാ കാര്യം? അപ്പോൾ മിഡ് പോയിന്റ് പഠിക്കാൻ മറക്കണ്ട. മിഡ് പോയിന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടാ, ഷുവർ ആണ്. അപ്പോൾ മിഡ് പോയിന്റ് കാണാൻ എന്താടാ ചെയ്യുക? എക്സും വൈയും ആണ് നമ്മളുടെ നമ്പേഴ്സ് എങ്കിൽ ഇവന്മാരുടെ മിഡ് പോയിന്റ് എന്താടാ? x + y/2 ആണല്ലേ? ഇവന്മാർ രണ്ടാളെയും കൂടി കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി അല്ലേ? സിമ്പിൾ അല്ലേ കാര്യം? അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഇത് പഠിച്ചു വെക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് കാണാം, അതിലൊന്ന് ജോയിൻ ചെയ്തേക്ക്. ഓക്കെ, റെഡി? അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.